പാർട്ടിലോട്ട് പോയി ബോട്ടണിയിലോട്ടാണ്. അപ്പം ഞാൻ ആദ്യത്തൊന്ന് ലാസ്റ്റൊന്നും നടുക്കിലോട്ട് വരാനുള്ളൊരു രീതിയിലാണ് പഠിപ്പിച്ച് പോകുന്നത്. അപ്പോൾ ഏറ്റവും ഫൈനൽ പാർട്ടാണ് ബോട്ടണി. ബോട്ടണിയിൽ 10 മാർക്കിനാണ്. ബോട്ടണി 10 മാർക്കിനാണെന്ന് നമുക്കറിയാം. മൊഡ്യൂള് സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ആണ് ഫസ്റ്റ്. അത് 2 മാർക്കിനേ ഉള്ളൂ. മൊഡ്യൂള് സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ 2 മാർക്കിനേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഗ്രാസ്പ് ചെയ്താൽ മതി. ഈ 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം അത് എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം, അല്ലേ? എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ഗ്രാസ്പ് ചെയ്യണം. ഇപ്പോൾ ഒരാൾ ഇത് മാത്രം പഠിച്ചാൽ മതിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാനല്ല ക്വസ്റ്റ്യൻ ഇടുന്ന. അപ്പോൾ ആർക്കും അങ്ങനെ പറയാൻ പറ്റില്ല നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതിയെന്ന്. കാരണം ഞാനല്ല ക്വസ്റ്റ്യൻ ഇടുന്ന. അങ്ങനെ ഒരു സംവിധാനമല്ല നമ്മുടെ PSC എന്ന് പറയുന്നത്. ആർക്കെങ്കിലും ഒരു പ്രൊഫസറിന് കൊടുക്കും, ഒരു 4-5 പേർക്ക് കൊടുക്കും, അവരൊരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യും. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഒരാൾ സെലക്ട് ചെയ്യും. അത് ആരെന്ന് പോലും അറിയണമെന്നില്ല. സെലക്ട് ചെയ്യുന്ന ആൾ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ പഠിപ്പിക്കുന്നത് തന്നെ ചോദിക്കുമെന്ന്. പക്ഷേ ഇത് നമ്മളുടെ എല്ലാവരും വിശ്വാസമാണ്. കാരണം ഇത്ര പഠിച്ചാൽ ഇത്ര മാത്രമേ 2 മാർക്കിന് ചോദിക്കുകയുള്ളൂ. കാരണം ചോദിക്കുന്നതെല്ലാം അവർ ഒരു ആവശ്യമില്ലാത്തൊരു ക്വസ്റ്റ്യൻ പോയി ചോദിക്കില്ല. ആവശ്യമുള്ളതുകൾ മാത്രമേ ചോദിക്കുകയുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ബുദ്ധിപൂർവ്വം പഠിക്കുക. അപ്പോൾ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് നമുക്കറിയാം. സെൽ സ്ട്രക്ചറും ഫംഗ്ഷനുമാണ് ഇത്. സെല്ലിൻ്റെ സ്ട്രക്ചറും ഫംഗ്ഷനും. അപ്പോൾ സെല്ലിൻ്റെ ഹിസ്റ്ററി ഒന്നും പഠിക്കേണ്ട കാര്യമില്ല, ആ സ്ട്രക്ചറും ഫംഗ്ഷനും. അപ്പം നമ്മൾ ഹിസ്റ്ററി അറിഞ്ഞുകൂടാതെ പറയാനും പറ്റുകയില്ല, അല്ലേ? അപ്പം ഹൂക്കും ലീവൻ ഹൂക്കും ആർ ദ ടു. റോബർട്ട് ഹൂക്കും ലീവൻ ഹൂക്കും, ആൻറ്റോൺ ആൻഡ് ലീവൻ ഹൂക്കും were two the first scientists to use microscopes to study the microscopic വേൾഡ് ഓഫ് സെൽസ്. ആദ്യമായിട്ട് സെല്ല് ഐഡൻറ്റിഫൈ ചെയ്ത 2 സയൻറ്റിസ്റ്റ്. അത് ആദ്യമായിട്ട് ലിവിങ് സെൽ ഐഡൻറ്റിഫൈ ചെയ്തത് ആരാണ്? റോബർട്ട് ഹുക്കാണ് ആദ്യമായിട്ട് ലിവിങ് സെൽ ഐഡൻറ്റിഫൈ ചെയ്തത്. റോബർട്ട് ഹുക്ക്. ഓക്കെ, 1664. ഓക്കെ, വർഷത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയരുത്, ചിലപ്പോൾ കാണും. 1664 ആണെന്ന് തോന്നുന്നു. ദെൻ ആൻറ്റോൺ വോൺ ലീവൻ ഹുക്ക് എന്ത് ചെയ്തു? ആദ്യമായിട്ട് ഒരു ലിവിങ് സെൽ, നോൺ ലിവിങ് സെൽ അല്ല, ഒരു ലിവിങ് സെൽ ഐഡൻറ്റിഫൈ ചെയ്തത്, ഒരു ലിവിങ് സെൽ ഐഡൻറ്റിഫൈ ചെയ്തത് ആൻറ്റോൺ വാൻ ലീവൻ ഹുക്കാണ്. ഓക്കെ, ദർ 2 ഓഫ് ദ ഫസ്റ്റ് സയൻറ്റിസ്റ്റ് ടു യൂസ് മൈക്രോസ്കോപ്പ്. അപ്പം റോബർട്ട് ഹുക്ക് ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിൽ 30x വരെ മാഗ്നിഫിക്കേഷനുള്ള സിമ്പിൾ മൈക്രോസ്കോപ്പിലാണ് ആദ്യമായിട്ട് നോൺ ലിവിങ് സെൽ കോർക്സ്ക്രൂ ടൈപ്പ് സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞത്. നോൺ ലിവിങ് സെൽ കോർക്സ്ക്രൂ ലൈക്ക് സ്ട്രക്ചർ ആയിരുന്നു ഐഡൻറ്റിഫൈ ചെയ്തത്. ആദ്യമായിട്ട് ഒരു സെല്ലിനെ കണ്ടതു റോബർട്ട് ഹുക്കാണ്. 1664 റോബർട്ട് ഹുക്കാണ്. അതിനുശേഷം ആൻറ്റോൺ വാൻ ലീവൻ ഹുക്ക് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു 300x ഉള്ള മാഗ്നിഫിക്കേഷനുള്ള മൈക്രോസ്കോപ്പിലൂടെ ഒരു ജീവനുള്ള സെല്ലിനെ നോക്കി. അത് ബാക്ടീരിയൽ ഐഡൻറ്റിഫിക്കേഷൻ നടത്തിയത് ആദ്യമായിട്ട് ആൻറ്റോൺ വാൻ ലീവൻ ഹുക്കായിരുന്നു. ദെൻ അനിമൽക്യൂൾസിനെ ഐഡൻറ്റിഫൈ ചെയ്തത്, അനിമൽക്യൂൾസ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയ, പ്രോട്ടിസ്റ്റ് ഇതെല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ് അനിമൽക്യൂൾസ് എന്ന് പറയുന്നത്. അതിനാദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത് ഒരുപാട് മൈക്രോബിയൽ പോപ്പുലേഷൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞത് ഇതെല്ലാം അനിമൽക്യൂൾസ് ആണ്. അദ്ദേഹത്തിൻ്റെ ടീത്തിനിടയിലുള്ള പ്ലേഗിനെ എടുത്ത് വെച്ചിട്ടാണ് ആദ്യം നോക്കിയത്. എന്നിട്ട് അപ്പോൾ ലിവിങ് സെൽസിനെ കണ്ടു. എന്നിട്ട് പറഞ്ഞത് ആനിമൽക്യൂൾസ് ആണ്, മീൻസ് സ്മോൾ ഓർഗാനിസംസ് ആണെന്ന് പറഞ്ഞു. ഐഡൻറ്റിഫൈ ചെയ്തത് 300x മോർ മാഗ്നിഫിക്കേഷനുള്ള സിമ്പിൾ മൈക്രോസ്കോപ്പിലാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. Hooke coined the term cell. Robert Hooke coined the term cell after observing the tiny compartments in cork. Cork means ആ സെല്ല്, ആ നോൺ ലിവിങ് സെല്ലാണ് റോബർട്ട് ഹുക്ക് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത്. അപ്പോൾ അതൊരു കോർക്ക് സ്ക്രൂ ഷേപ്പ് എന്ന് പറഞ്ഞത് റോബർട്ട് ഹുക്കാണ്. While Anton van Leeuwenhoek discovered a variety of living creatures in pond water, blood, other samples. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെറൈറ്റി ഓഫ് ക്രിയേച്ചേഴ്സിനെ ആൻറ്റോൺ വാൻ ലീവൻഹുക്ക് ഐഡൻറ്റിഫൈ ചെയ്തു. They contributed to the cell theory by suggesting that cells are the fundamental units of life and structure, and all the living things consist of one or more cells that originate from living cells by division. അല്ലേ, ലിവിങ് സെൽസ് എന്ന് പറയുന്നത് എന്താണ്? one or more things ആണ് which is divided from a living thing. അല്ലേ, ലിവിങ് തിങ്സ് അല്ലെങ്കിൽ ലിവിങ് സെൽസിൽ നിന്ന് മാത്രമേ സെൽസ് ഡിവൈഡ് ചെയ്യൂ എന്ന് പിന്നെ മനസ്സിലാക്കി. Then microscope and lenses. Although cells are very in size. സെൽസ് പല ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. ദേ ആർ ജനറലി ക്വൈറ്റ് സ്മോൾ ഉണ്ട്, ലാർജ് ഉണ്ട്, എഗ് ഉണ്ട്. ഓസ്ട്രിച്ച് എഗ്ഗാണ് ഏറ്റവും ലാർജസ്റ്റ് സെൽ എന്ന് പറയുന്നത്. Okay, for instance, the diameter of
എ ടിപ്പിക്കൽ ഹ്യൂമൻ റെഡ് ബ്ലഡ് സെൽ ഈസ് അബൌട്ട് 8 മൈക്രോമീറ്റേഴ്സ്. ഓക്കെ, ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും സെല്ലിൻ്റെ ഡയമീറ്ററാണ് നോക്കുന്നത്. ഡയമീറ്റർ എന്ന് പറയുന്നത് 0.008 മില്ലിമീറ്റേഴ്സ് ആയിരിക്കും. ആക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ 0.008 മില്ലിമീറ്റേഴ്സ് ആയിരിക്കും. ഒരു ടിപ്പിക്കൽ ഹ്യൂമൻ റെഡ് ബ്ലഡ് സെൽസിൻ്റെ ഡയമീറ്റർ 0.88 മൈക്രോമീറ്റേഴ്സ് മില്ലിമീറ്റേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ 8 മൈക്രോമീറ്റേഴ്സ് ആയിരിക്കും. ടു ഗീവ് യു സം കോണ്ടെസ്റ്റ്, ഹെഡ് ഓഫ് എ പിൻ ഈസ് അബൌട്ട് 1 മില്ലിമീറ്റർ ഇൻ ഡയമീറ്റർ. ഒരു പിന്നിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ഡയമീറ്റർ ആണ്. 1 മില്ലിമീറ്റർ ഡയമീറ്റർ ആണ്. ഓക്കെ, ഇത് 8 മൈക്രോമീറ്റേഴ്സ് മീൻസ് ഇത്രയും സ്മോളസ്റ്റ് ആയിരിക്കും. So about 125 red blood cells could be lined up in a row across the head of a pin. അപ്പോൾ ഒരു 125 റെഡ് സെൽസ് വെച്ചാൽ നമുക്കൊരു പിന്നിൻ്റെ ഹെഡ് ആവും. വിത്ത് എ ഫ്യൂ എക്സെപ്ഷൻസ് ഇൻഡിവിജ്വൽ സെൽസ് കനോട്ട് ബി സീൻ വിത്ത് നേക്കഡ് ഐ. ഒരു സിംഗിൾ സെല്ലിന് നമുക്ക് ഒരിക്കലും നേക്കഡ് ഐ കൊണ്ട് കാണാൻ സാധിക്കുകയില്ല. സോ സയൻറ്റിസ്റ്റ് യൂസ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തൊരു മൈക്രോ മീൻസ് സ്മാൾ ആൻഡ് സ്കോപ്പ് മീൻസ് ടു ലുക്ക് അറ്റ്. മൈക്രോസ്കോപ്പ് യൂസ് ചെയ്ത് ഗ്രീക്ക് വേർഡാണ്. മൈക്രോസ്കോപ്പ് ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് മാഗ്നിഫൈസ് ഓബ്ജെക്ട്സ് അതർവൈസ് ടു സ്മോൾ ടു ബി സീൻ. അല്ലേ, സ്മോൾ ഓബ്ജെക്ട്സിനെ മാഗ്നിഫൈ ചെയ്തിട്ട് നമുക്ക് കാണുന്ന രീതിയിലോട്ട് ലാർജ് ആക്കുകയാണ് മൈക്രോസ്കോപ്പിൻ്റെ ധർമ്മം. മീൻസ് മൈക്രോസ്കോപ്പ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സ്മോൾ ഓബ്ജെക്ട്സിന് അല്ലെങ്കിൽ കാണാൻ പറ്റാത്ത നേക്കഡ് ഓബ്ജെക്ട്സിന് അതിൻ്റെ സൈസ് മാഗ്നിഫിക്കേഷൻ ചെയ്യുക എന്നതാണ് മൈക്രോസ്കോപ്പിൻ്റെ ഡ്യൂട്ടി. Most photographs of cells are taken using microscope and these pictures are called micrographs. ഇപ്പോൾ നമുക്ക് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് പിക്ചേഴ്സ് എടുക്കാൻ കഴിയും. അതിന് നമ്മൾ പറയുന്ന പേര് മൈക്രോഗ്രാഫ്സ് എന്നാണ് പറയുന്നത്. അതിന് പറയുന്ന പേരാണ് മൈക്രോഗ്രാഫ്സ്. From the definition above, it would be microscope is just a kind of magnifying glass. Magnifying glasses to do qualify of microscopes. ജസ്റ്റ് ഓൺ ലെൻസ് ദേ ആർ കൾഡ് സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഇപ്പോൾ ഒരു മാഗ്നിഫൈ ചെയ്യുന്നൊരു ഗ്ലാസ് ഉണ്ടായിരിക്കും, അല്ലേ, ഒരു വലുതാക്കി കാണിക്കുന്ന ഒരു ഗ്ലാസ് ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ ഒരു ഗ്ലാസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റീവ് ലെൻസ് ഒരു സിംഗിൾ ഗ്ലാസിൻ്റെ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയും. ഒരു ഗ്ലാസിൻ്റെ ആണെങ്കിൽ ഒരു ലെൻസ് മാത്രമാണ് അവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയും. പിന്നെ ഒരുപാട് ലെൻസാണ് നമ്മൾ നോക്കാൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ടായിരിക്കും, അല്ലേ, ഒബ്ജക്റ്റീവ് ലെൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ മൈക്രോസ്കോപ്പ് വ്യൂ ചെയ്യുന്നത്. സ്പെസിമെൻ വെച്ചിട്ട് ഇവിടെ വ്യൂ ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്. ഇതൊരു സിമ്പിൾ ലെൻസ് ആണെങ്കിൽ ഒറ്റ ലെൻസ് ആണെങ്കിൽ നമ്മളതിനെ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയും. ഇവിടെ മൾട്ടിപ്പിൾ ലെൻസ് പ്രസൻ്റ് ആണെങ്കിൽ അതിന് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയും. ഓക്കെ, in compound microscope with 2 lenses, the arrangement of lenses has an interesting consequence. അല്ലേ, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ലെൻസസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രണ്ടോ അതിലധികം ലെൻസോ കാണാം. ഓക്കെ, 3 ലെൻസ് കാണാം. പിന്നെ ഇരട്ട ലെൻസുകൾ കാണാം. 3 ലെൻസിൻ്റെ മീൻസ് അതിൻ്റെ ഇരട്ട ലെൻസുകൾ കാണാം. ഇപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ലെൻസ്, ഇതൊരു മൈക്രോസ്കോപ്പിൻ്റെ ഒബ്ജക്റ്റീവ് ലെൻസ് ആണെന്ന് വെച്ചു. ഓക്കെ, ഇവിടെ ഒരു ലെൻസ് കാണും, ഇവിടെ ഒരു ലെൻസ് കാണും, ഇവിടെ ഒരു ലെൻസ് കാണും. ഓക്കെ, അതുകൊണ്ടാണ് ഇത് നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. In a compound microscope with the 2 lenses, the arrangement of lenses are interesting consequence. Orientation of image you see is flipped in relation to actual object you are examining. അല്ലേ, അതിൻ്റെ ഓറിയൻറ്റേഷൻ എന്തായിരിക്കും, വലുതായിട്ടായിരിക്കും കാണിക്കുന്നത്. ഒരു പീസ് ഓഫ് ന്യൂസ് പേപ്പർ നോക്കുന്നുണ്ടെങ്കിൽ അത് ലാർജ് സൈസിൽ കാണിക്കും. ഇത്രയേ ഉള്ളൂ. Then magnification is the measure of how much larger a microscope or set of lenses within a microscope. Okay, in magnification എന്ന് പറയുന്നത് എത്ര ഇരട്ടിയായിട്ട് ലാർജർ ഒരു മൈക്രോസ്കോപ്പ് എത്ര ഹൗ മച്ച് ലാർജർ ആക്കി കാണിക്കും, അതാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 4x ആണെങ്കിൽ 4 ഇരട്ടിയാക്കി കാണിക്കും, 400x ആണെങ്കിൽ 400 ഇരട്ടിയാക്കി കാണിക്കും, 1000x ആണെങ്കിൽ 1000 ഇരട്ടിയാക്കി ഒരു ഒബ്ജക്റ്റിനെ കാണിക്കും. ഇപ്പം മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈസ് എ മെഷർ ഓഫ് ഹൗ മച്ച് ലാർജർ എ മൈക്രോസ്കോപ്പ് കോസസ് ആൻ ഒബ്ജക്റ്റ് ടു അപ്പിയർ. ഒരു ഒബ്ജക്റ്റ് എത്ര വലുതായിട്ട് കാണിക്കുന്നുണ്ട് അതിനാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. For instance, light microscope typically used in high schools and colleges to magnify up to 400 times actual size. അപ്പം നമ്മൾ മാഗ്നിഫിക്കേഷനിൽ നമ്മൾ സിമ്പിൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുമ്പോൾ അത് ഒരു 400 ഇരട്ടിയൊക്കെ ആക്ച്വൽ മാഗ്നിഫിക്കേഷൻ്റെ സൈസ് കൂട്ടുകയുള്ളൂ. So, something that 1 millimeter wide in real life would be 400 millimeter wide in microscope image. അപ്പം നോർമലി നമ്മൾ നോക്കുന്ന വസ്തു 1 മില്ലിമീറ്റർ ആണെങ്കിൽ അത് മൈക്രോസ്കോപ്പിൽ 400 മില്ലിമീറ്റർ ആയിരിക്കും അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അത്രയും 400 ഇരട്ടി ആയിരിക്കും, 400x മാഗ്നിഫിക്കേഷൻ ആയിരിക്കും അത് കാണിക്കുന്നത്.
ഓക്കെ, ദെൻ ദ റെസൊല്യൂഷൻ മാഗ്നിഫിക്കേഷൻ രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് മൈക്രോസ്കോപ്പ് ആണ്. റെസൊല്യൂഷൻ മൈക്രോസ്കോപ്പ് ഓർ ലെൻസ് ഇസ് ദ സ്മാളസ്റ്റ് ഡിസ്റ്റൻസ് ബൈ വിച്ച് 2 points can be separated and still be distinguished as a separate objects. അതായത് ഇപ്പം ഇവിടെ 2 പോയിൻ്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ 2 പോയിൻ്റ് ഉണ്ട്, മീൻസ് നിങ്ങൾക്കിത് കാണാൻ പറ്റാത്തൊരു വസ്തുവാണ്. ഇതിന് നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നതിനാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ 2 പോയിൻറ്റും നമുക്ക് കൃത്യമായിട്ടും വേർതിരിച്ച് കാണാൻ പറ്റുന്നതിനാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു പോയിന്റിൽ ഒരു വസ്തുവിനെ ഇരട്ടിയാക്കി കാണിക്കുക എന്നതാണ്, അതിനെ വലുപ്പം വളരെ കൂട്ടി കാണിക്കുക. റെസൊല്യൂഷൻ എന്ന് പറയുമ്പം ഓരോ വസ്തുവിനെയും കൃത്യമായിട്ടും കാണിക്കുക, ഐഡൻറ്റിഫൈ ചെയ്യിപ്പിക്കുക, അല്ലേ, അടുത്തടുത്തുള്ള വസ്തുക്കളെ തിരിച്ചറിയിപ്പിക്കുക എന്നതാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? അടുത്തടുത്തുള്ള വസ്തുക്കളെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുക. ഇപ്പോൾ തറയിൽ ഒരുപാട് കല്ല് കിടക്കുന്നുണ്ട്, അല്ലേ, നമുക്ക് ആ കല്ല് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല ഇത് കല്ലാണ്, നമുക്ക് എല്ലാം ഒരു ബ്ലാക്ക് കളറിലാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ റെസൊല്യൂഷൻ ഇല്ല. ഇൻ കേസ് നിങ്ങൾക്ക് ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള കല്ലും സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് അവിടുത്തെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ? Resolution of a microscope or lens is the smallest distance by which 2 points can be separated. 2 വ്യത്യസ്ത പോയിന്റ്സ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റും, അല്ലേ. എൻ്റെ കണ്ണുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, എൻ്റെ ഫേസ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എല്ലാവരും ബ്ലഡായിട്ട് ഒരു എന്താ ഒരു ഗ്രേ കളറിലാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, അതെന്ന് പറയുന്ന റെസൊല്യൂഷൻ ഇല്ലായ്മയാണ്. ഇൻ കേസ് നിങ്ങൾക്ക് എൻ്റെ 2 കണ്ണ്, എൻ്റെ മൂക്ക്, എൻ്റെ ചുണ്ട് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ അവിടെ നിങ്ങളൊരു മൈക്രോസ്കോപ്പാണെന്ന് പറയും, നിങ്ങളുടെ കണ്ണൊരു മൈക്രോസ്കോപ്പാണ്, അതിന് കൃത്യമായിട്ടും ഒരു റെസൊല്യൂഷൻ ഉണ്ട് എന്ന് പറയാം. ഓക്കെ, സ്മാളർ ദിസ് വാല്യൂ ദ ഹയർ ദ റിസോൾവിങ് പവർ. അല്ലെ, ഈ വാല്യൂ സ്മാളർ ആണെങ്കിൽ റിസോൾവിങ് പവർ കൂടുതലായിരിക്കും. ആൻഡ് ബെറ്റർ ദ ക്ലാരിറ്റി ആൻഡ് റീറ്റെയിൽ ദ ഇമേജ്. ചെറിയ സ്മാളർ റെസൊല്യൂഷൻ ആണെങ്കിൽ ദ ഹയർ ദ റിസോൾവിങ് പവർ കൂടുതലായിരിക്കും. ആൻഡ് ബെറ്റർ ദ ക്ലാരിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് ആൻഡ് ഡീറ്റെയിൽ ദ ഇമേജ് വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റും. If 2 bacterial cells are very close to each other on a slide, they might look like a single blood dot on a microscope with a low resolving power, but could be told apart as separate on microscope with a higher resolving power. In case 2 bacterial cells are placed on a slide and we have to see through the objective lens and eyepiece microscope, we have to see, focus on the microscope, we have to find that the 2 separate cells, distinct cells, we have to find as distinct cells, then the resolving power of the microscope is very very high. Okay, നമുക്ക് അപ്പം നമുക്ക് ഒരു വസ്തുക്കളെ നല്ല വ്യക്തമായിട്ട് കാണാൻ കഴിയുമെങ്കിൽ ആ റിസോൾവിംഗ് പവർ ഓഫ് മൈക്രോസ്കോപ്പ് കൂടുതലാണെന്ന് പറയാം. ഓക്കെ, both magnification and resolution are important if you want to clear picture of something very tiny. For example, if a microscope has a high magnification but low resolution, you will get a bigger version of blurry image. ഇപ്പം മാഗ്നിഫിക്കേഷൻ കൂടുതലാണ്, റെസൊല്യൂഷൻ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ ഇമേജ് കിട്ടും. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ സ്കൂളിൽ +2 നിങ്ങൾ മൈക്രോസ്കോപ്പിൽ നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ സൈസുള്ള ബാക്ടീരിയനെ കണ്ടു, അല്ലെങ്കിൽ വലിയ സൈസുള്ള ഒരു സെല്ല് കണ്ടു. പക്ഷേ സെല്ലിൻ്റെ ഓർഗനൽസ് ഒന്നും നിങ്ങൾക്ക് കൃത്യമായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. അത് നിങ്ങൾക്ക് റിസോൾവ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്, കറക്റ്റ് റെസൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റിയില്ല നിങ്ങൾക്ക്. അപ്പോൾ അവിടെ മാഗ്നിഫിക്കേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ റിസോൾവിംഗ് പവർ വളരെ മോശമായിരുന്നു. ഓക്കെ, അപ്പോൾ യു വിൽ ഗെറ്റ് എ ബെഗർ വെർഷൻ ഓഫ് ബ്ലറി ഇമേജാണ് കിട്ടുക. ബ്ലഡ് ഇമേജിൻ്റെ, ഒരു വ്യക്തമല്ലാത്ത ഇമേജിൻ്റെ വിഷനാണ് കിട്ടിയത്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഫേസിൽ നോക്കുന്നു, എൻ്റെ ഫേസിൽ എൻ്റെ മൂക്ക്, എൻ്റെ ചുണ്ട്, എൻ്റെ കണ്ണ്, ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു മൈക്രോസ്കോപ്പാണ്, നിങ്ങളെൻ്റെ ഫേസിൽ നോക്കുന്നു, എൻ്റെ ഫേസ് ക്ലിയറായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാഗ്നിഫിക്കേഷൻ പവറും ഉണ്ട്, ഹൈ റെസൊല്യൂഷനും ഉണ്ടെന്ന് പറയാം. എൻ്റെ ഫേസിൽ നിൽക്കുന്ന എൻ്റെ ഫേസ് കാണാൻ വലുതായിട്ട്, പക്ഷേ എൻ്റെ ഫീച്ചേഴ്സ് ഒന്നും തന്നെ സെപ്പറേറ്റ് ഔട്ട് ആക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, എന്നാൽ നിങ്ങളുടെ റിസോൾവിംഗ് പവർ വളരെ മോശമാണ്. പല ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പ് ഉണ്ട്, അത് നമുക്ക് പഠിക്കും. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഉണ്ട്, ലൈറ്റ് മൈക്രോസ്കോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉണ്ട്, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പ് ആണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കും. ഓക്കെ.